അത് കാണും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ ഫെഫ്ക മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് കമ്മിറ്റി കാണും. കണ്ടതിന് ശേഷം വിവരം കോടതിയെ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അത് റിവൈസിംഗ് കമ്മിറ്റിയെ ആ സിനിമ കണ്ടു. ഇതുവരെ കൃത്യമായി രേഖാമൂലം അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ കോടതി ഇന്ന് ഉച്ച കഴിഞ്ഞാണ് കേസ് പരിഗണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരുടെ തീരുമാനം അറിയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ സിനിമയുടെ സംവിധായകനുമായി ഞങ്ങൾ ദീർഘമായി സംസാരിക്കുകയുണ്ടായി. ഈ സിനിമ കണ്ടതിന് ശേഷം ഈ കമ്മിറ്റി അംഗങ്ങൾ സംവിധായകനെ കണ്ടിരുന്നു, സംവിധായകനുമായിട്ട് സംസാരിച്ചിരുന്നു. അവരുടെ ഒരേ ഒരു ആവശ്യം ആ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളതാണ്. അവർ ആ സിനിമയെ വളരെയധികം അഭിനന്ദിച്ചാണ് സംസാരിച്ചത്. വളരെയധികം സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സിനിമയാണ്. വളരെ നല്ല രീതിയിൽ സംവിധാന മികവ് പ്രകടിപ്പിക്കുന്ന സിനിമയാണ് എന്നൊക്കെ അവർ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് ഈ പേര് മാറ്റണം. ആ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ടൈറ്റിൽ നിന്നും ആ പേര് മാറ്റേണ്ടി വരും. കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അതും സംഭവിക്കുമല്ലോ. അപ്പോൾ അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് സമാനമായി ഇതിനു മുമ്പ് 2 തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാവുന്ന പോലെ മലയാളിയായ പത്മകുമാർ എന്ന സംവിധായകൻ്റെ സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റി ജയന്തി എന്ന അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നു. മറ്റൊന്ന് ശ്രീ വിവേക് അഗ്നിഹോത്രിയുടെ ഒരു സിനിമയാണ്. ഇപ്പോൾ 2ഇടത്തും അവരുടെ നിർദ്ദേശം അത് സ്വീകരിക്കപ്പെട്ടു, പേര് മാറ്റി. അപ്പോൾ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഉള്ളപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരുടെ സംസാരത്തിൽ ഈ സംവിധായകന് തോന്നിയത് എന്തായാലും ഇത് കോടതിയിലേക്ക് പോയി കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടെ സംഗതമായിട്ടുള്ള 3-4 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ ട്രെയിലറും ടീസറും CBFC ക്ലിയർ ചെയ്തതാണ്. ഇതേ പേരുള്ള സിനിമയുടെ ഈ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്ന ട്രെയിലറും ടീസറും CBFC ക്ലിയർ ചെയ്യുകയും ആ ട്രെയിലറും ടീസറും കേരളത്തിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ 1 മാസക്കാലമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടായതായിട്ടോ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായതായിട്ടോ നമുക്കറിയില്ല. അപ്പോൾ ടീസറിനും ട്രെയിലറിനും ഒരു മാനദണ്ഡം, സിനിമയ്ക്ക് മറ്റൊരു മാനദണ്ഡം. എത്രത്തോളം ആർബിട്രറിയാണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. സിനിമാറ്റോഗ്രാഫ് ആക്ട് പറയുന്നത് 5B പറയുന്നത് എ ഫിലിം ഷാൽ നോട്ട് ബി സർട്ടിഫൈഡ് ഫോർ പബ്ലിക് എക്സിബിഷൻ ഈഫ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി അതോറിറ്റി കമ്പീറ്റൻറ്റ്. ആ വാക്ക് വളരെയധികം പ്രസക്തമാണ്. കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോറിറ്റി കമ്പീറ്റൻറ്റ് ടു ഗ്രാൻഡ് ദ സർട്ടിഫിക്കറ്റ് ദ ഫിലിം ഓർ എനി പാർട്ട് ഓഫ് ഇറ്റ് is against the interest of the sovereignty and integrity of India, the security of the state, friendly relations with foreign state, public order, decency or morality, or involves defamation or contempt of court, or is likely to incite the commission of any offense. ഇതാണ് ഇതിലെ ക്ലോസ്. അപ്പോൾ മാനദണ്ഡം ഇത്രത്തോളം ജനറലാണ്. അത് എന്താണ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ളതും ഈ കമ്മിറ്റിയുടെ മാത്രം തീരുമാനം. വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ക്ലോസുകൾ മാത്രമേ നമുക്ക് നിയമത്തിലുള്ളൂ. അത് വ്യാഖ്യാനിക്കേണ്ടത് കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആധികാരികതയുള്ളൊരു കമ്മിറ്റിയാണ് എന്നാണ് നിയമം പറയുന്നത്. ഇവിടെ നമ്മളുടെ സംശയം ഇത് വ്യാഖ്യാനിക്കുന്നവരുടെ ആധികാരികതയെക്കുറിച്ചാണ്. മലയാള സിനിമ തിരുവനന്തപുരത്ത് പ്രാദേശിക കമ്മിറ്റി കണ്ട് ഫിറ്റ് ഫോർ എക്സിബിഷൻ എന്ന റെക്കമെൻഡേഷനോടുകൂടി മുംബൈയിലേക്ക് അയക്കുന്നു. സിനിമ കാണാതെ ഇതിൻ്റെ സിനോപ്സിസ് വായിച്ചുകൊണ്ട് CBFCയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ തന്നെ സിനോപ്സിസ് വായിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നത്.
ഇത് JSK എന്ന ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമോ പോരാട്ടമോ അല്ല ഞങ്ങളുടേത്. കാരണം ഞാൻ അതിൻ്റെ നിർമ്മാതാക്കളുമായി ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ അവർ വലിയ ആശങ്കയിലാണ്. കോടതിയിൽ പോയി ഇനി എത്ര നാൾ ഈ സിനിമ ഇങ്ങനെ ഈ അനിശ്ചിതത്വത്തിൽ കിടക്കും? ഇതൊരു പെരിഷബിൾ കമ്മോഡിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ സമ്മർദ്ദത്തിന് വിധേയരായിട്ട് അവരെ പേര് മാറ്റാൻ അവർ നിർബന്ധിതരായാൽ പോലും ഞങ്ങൾ അത്ഭുതപ്പെടില്ല. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. കോടതി ഇതിനകത്ത് ഉചിതമായ ഒരു തീരുമാനമെടുക്കും, കൈക്കൊള്ളും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും. ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല, ഇതൊരു സംയുക്ത സമരപരിപാടിയാണ്. അതിൽ നിർമ്മാതാക്കളുടെ സംഘടന പങ്കെടുക്കും, നടീനടന്മാരുടെ സംഘടനയായ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രാതിനിധ്യവും അതിലുണ്ടാകും. അപ്പോൾ മലയാള ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഏതിനെതിരെ? ഇത്തരം എന്താ പറയേണ്ട വളരെ റാൻഡമായിട്ട് വളരെ ആർബിട്രറി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. കാരണം നാളെ ഒരു ഫിലിം മേക്കറിനും ഇങ്ങനൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നമുണ്ടാകും എന്നു പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ സംവിധായക യൂണിയൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് ശ്രീ രഞ്ജി പണിക്കർ സംസാരിക്കും. അല്ല, രഞ്ജി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണമല്ലോ. നമ്മൾ നാളത്തെ പരിപാടികൾ, തുടർ പരിപാടികൾ, സംവിധായകരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടല്ലോ എല്ലാ സംവിധായകരും. ഇതിപ്പോൾ പൊടുന്നനെ ഈ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയമായിട്ട് മാത്രം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് സിനിമയടക്കം ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്ന് കരുതേണ്ടതില്ല. കാരണം ഇത്തരം CBFC പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ, എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ, കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹം ഇത് അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായി സർഗപരമായി വ്യക്തികൾക്ക്, സമൂഹത്തിന് അനുവദനീയമായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ വിഷയം. സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇത് സമീപകാലത്ത് ആരംഭിക്കുകയും നിർബാധം തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഇത് കൂടുതൽ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ തുടർച്ചയായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സിനിമയുടെ മാത്രം ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ്
സാംസ്കാരിക രംഗം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് പോകാൻ ഫെഫ്ക തീരുമാനിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ ഫെഫ്ക പ്രതിനിധികൾ രഞ്ജി പണിക്കറും പി ഉണ്ണികൃഷ്ണനും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാളെ സെൻസർ ബോർഡിന് മുന്നിൽ തിരുവനന്തപുരത്ത് സമരവും സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഏതായാലും ഫെഫ്ക ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ.